ദ റിയൽ മാജിക് ഓഫ് കോമ്പൗണ്ടിങ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു സ്ഥലത്ത് അവി എന്നു പേരുള്ള ഒരു ഫാമർ ഉണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് 11 സ്വർണ്ണ നാണയങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് അവനൊരു കുട്ടി ജനിക്കുന്നത്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മെർച്ചൻറ്റിന് ആ ഗോൾഡ് കോയിൻസ് ഏകദേശം 20 വർഷത്തേക്ക് അവി ഇൻട്രസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഗോൾഡ് റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് എല്ലാ വർഷവും അത് 7% ഗെയിൻ എന്ന രീതിയിൽ തന്നെ ഗ്രോ ആവുന്നുണ്ടായിരുന്നു. മകൻ 20 വയസ്സായപ്പോൾ അവ ആ മെർച്ചൻറ്റിൻ്റെ അടുത്ത് പോയി തൻ്റെ ഗോൾഡ് കോയിൻസിൻ്റെ കാര്യം അന്വേഷിച്ചു. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിൻ്റെ കാരണം 11 ഗോൾഡ് കോയിൻസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 42 കോയിൻസായി മാറി കഴിഞ്ഞിരുന്നു. അത് കേട്ടതും അവയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്നാൽ ആ സമയത്ത് മകന് ഗോൾഡ് കോയിൻസിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവി അത് വീണ്ടും മെർച്ചൻറ്റിനെ തന്നെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ ഏൽപ്പിച്ചു. മകന് 50 വയസ്സായപ്പോൾ ആ മെർച്ചൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവി 324 ഗോൾഡ് കോയിൻസാണ് വാങ്ങിയത്. അത് മൊത്തം മകനെ തന്നെ ഏൽപ്പിച്ചു. അതായത് കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ കാരണം 50 വർഷത്തിൽ അത് 30 തവണയിലധികമായി തിരിച്ചു കിട്ടി. സോ ഫ്രണ്ട്സ്, ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ലോങ് ടേമിലേക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിലാണ് നിങ്ങൾക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ റിയൽ മാജിക് കാണാൻ സാധിക്കുക. ഈ മാജിക്കിനെ ഐൻസ്റ്റീൻ പോലും ലോകത്തെ 8ാമത്തെ വണ്ടറായി പറഞ്ഞിട്ടുണ്ട്. ഈ എഫക്റ്റ് വെറും പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് പല സ്ഥലങ്ങളിലും ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഹെൽത്ത്, വെൽത്ത്, കരിയർ, ഹാബിറ്റ്സ്, ഇവിടെയെല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്. എന്നാൽ കോമ്പൗണ്ടിങ്ങിൻ്റെ റിയൽ ഐഡൻറ്റിറ്റി ഇൻവെസ്റ്റിങ്ങിൻ്റെ രൂപത്തിൽ തന്നെയാണ് മനസ്സിലാവുന്നത്. ഈ ഇഫക്റ്റ് എങ്ങനെ ഇൻവെസ്റ്റിങ്ങിൻ്റെ വർക്കാവുന്നു, എങ്ങനെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് കൊണ്ടുവരുന്നത് എന്നൊക്കെ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ത്രൂ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇൻവെസ്റ്റിങ്ങിൽ കോമ്പൗണ്ടിങ്ങിൻ്റെ റൂൾസിനെ കുറിച്ച് നമ്മൾ പലരുടെ അടുത്ത് നിന്ന് പലതും കേട്ടിട്ടുണ്ടാവും. ചിലരുടെ അഭിപ്രായത്തിൽ വെൽത്തി ആവാൻ ഇതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ വേറൊന്നുമില്ല എന്നായിരിക്കും. അതേസമയം ഇത് ചിലർക്ക് വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ടോപ്പിക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പല കൺഫ്യൂഷൻസും ഉണ്ടാവും. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് വളരെ സിമ്പിളായ ഒന്നാണ്. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ത്രൂ ഏൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഈ പ്രിൻസിപ്പൽ എമൗണ്ടിൽ തന്നെ ആഡപ്പ് ആവും. അത് ആഡായി വരുന്ന ടോട്ടൽ പ്രിൻസിപ്പൽ എമൗണ്ട് ത്രൂ വീണ്ടും ഇൻട്രസ്റ്റ് ജനറേറ്റ് ആവും. അങ്ങനെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. കോമ്പൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വരുന്നത് സമയത്തിൻ്റേതാണ്. അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നാൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടില്ല. ഇത് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. സച്ചിൻ 19 വയസ്സ് മുതൽ വർഷത്തിൽ 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 27 വയസ്സായപ്പോഴേക്കും അവൻ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിവെച്ചു. ആ എമൗണ്ട് അങ്ങനെ എടുത്ത് റിട്ടയർമെൻറ്റ് സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി അതിന് ഗ്രോ ആവാക്കാൻ വിട്ടു. അതായത് കോമ്പൗണ്ട് ചെയ്യാൻ വിട്ടു. അതേസമയം റോബിൻ എന്ന് പറയുന്ന വേറൊരു വ്യക്തി 27 വയസ്സ് വരെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. എന്നാൽ 27 വയസ്സ് മുതൽ 58 വയസ്സ് വരെ അവൻ വർഷത്തിൽ 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതും സച്ചിൻ ചെയ്ത പോലെ 8% ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ. സോ ഇനി നിങ്ങൾ പറയൂ, 60 വയസ്സാകുമ്പോഴേക്കും സച്ചിൻ അല്ലെങ്കിൽ റോബിൻ ഇവരിൽ ആർക്കായിരിക്കും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത്? റോബിനായിരിക്കും കിട്ടുക എന്ന് നിങ്ങൾക്ക് മേ ബി തോന്നാം. കാരണം സച്ചിനായി കമ്പയർ ചെയ്താൽ റോബിനാണ് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആൻസർ സച്ചിൻ എന്നാണ്. കൂടുതൽ റിട്ടേൺസ് സച്ചിനാണ് കിട്ടുന്നത്. സച്ചിൻ ഇൻവെസ്റ്റ് ചെയ്ത് 16,000 രൂപയാണ്. എന്നാൽ റോബിൻ 64,000 ഇൻവെസ്റ്റ് ചെയ്തു. സോ കമ്പാരിറ്റീവ്ലി സച്ചിൻ്റെ കയ്യിൽ പണം കുറവായിരുന്നു. എന്നാൽ അവൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 16 തവണ കോമ്പൗണ്ടഡ് ആയി. എന്നാൽ അതേസമയം റോബിൻ്റെ എമൗണ്ട് ജസ്റ്റ് 4 തവണ മാത്രമാണ് കോമ്പൗണ്ടഡ് ആയത്. അതുകൊണ്ട് തന്നെ സച്ചിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് പീരീഡ് ഹി ഗോട്ട് 2,53,661 rupees and Robin got 2,25,901 rupees. സച്ചിൻ അവൻ്റെ പണം ലോങ് ടേമിലേക്ക് ഗ്രോ ആവാൻ വിട്ടു. അതേസമയം റോബിൻ അവൻ്റെ പണം ഗ്രോ ആവാൻ സമയം തന്നെ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും ബെസ്റ്റ് പീരീഡ് ടീനേജ് ഓർ 20s ആണെന്ന് പറയുന്നത്. എന്നാൽ പല യങ്സ്റ്റേഴ്സും ലോസ് പേടിച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫീൽഡിലേക്ക് തിരിഞ്ഞു നോക്കാത്തത്. അതിനാണ് മാർക്കറ്റിൽ ഓൾറെഡി സക്സസ്ഫുൾ ആയ കമ്പനീസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതിൽ റിസ്കിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. അവർ മാർക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്യുന്നവരായിരിക്കും. ഈവൻ അവരുടെ പ്രൊഡക്ട്സ് നിങ്ങൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ഫ്യൂച്ചറിലും ആളുകൾ യൂസ് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിൽ വേണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ. ഇനി നമുക്ക് കോമ്പൗണ്ടിങ്ങിൽ SIPസിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. സിമ്പിളായി പറയാനാണെങ്കിൽ SIP എന്ന് പറയുന്നത് മാസത്തിലൊരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്നിക്കാണ്. SIP കാരണം ആളുകൾക്കിപ്പോൾ 500 രൂപ മുതൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടങ്ങാൻ പറ്റും. ഈ എമൗണ്ട് ആവശ്യം വരുമ്പോൾ കൂട്ടാനും സാധിക്കും.
ഈ പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്കൊരു വലിയ ടീമിനെ തന്നെ കിട്ടും. അവർ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് പ്രോപ്പറായി മാനേജ് ചെയ്യും. അവർ നിങ്ങളുടെ പണത്തെ വളരെ ശ്രദ്ധിച്ച് തന്നെ പല കമ്പനീസിലും ഇൻവെസ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ മാസത്തിൽ 5000 എന്ന രീതിയിൽ 12% ഇൻട്രസ്റ്റിൽ 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് 10 വർഷമാവുമ്പോൾ അതിൽ നിന്ന് 11.5 ലക്ഷം കിട്ടും. അതായത് ഡബിൾ റിട്ടേൺ. 12% എന്ന് പറയുന്നത് ഒരു നോർമൽ റിട്ടേൺ റേറ്റ് ആണ്. നിങ്ങളിത് നന്നായി റിസർച്ച് ചെയ്താൽ ഇനിയും കൂടുതൽ റിട്ടേൺസ് തരുന്ന ഓപ്ഷനും ഈസിയായി നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടത് തന്നെ നിങ്ങൾക്ക് നല്ല പേഷ്യൻസ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ പേഷ്യൻസ് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ട ഒരു മേജർ സ്കിൽ എന്ന് പറയുന്നത്. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേൾഡിൽ വിജയിക്കാൻ പറ്റൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇനിയും പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സീക്രട്സ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ വേണ്ടി സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. താങ്ക് യു.